ഇപ്പോഴുള്ള ഒരു സാഹചര്യം ഈ വെള്ളാർമല സ്കൂളിനടുത്ത് നിന്ന് എല്ലാവരും ഓടി മാറുകയാണ്. നമ്മളൊരു വാഹനത്തിലേക്ക് കയറിയിട്ടുണ്ട്. അവിടെ എന്താണ് ശരിക്കും അവിടെ എന്തെങ്കിലും ഒരു മുന്നറിയിപ്പ് ഉണ്ടോ എന്ന് പോലും വ്യക്തമല്ല. അതോ അത് ആളുകൾ അത്തരത്തിലൊരു സന്ദേശം കൈമാറി പരിഭ്രാന്തരായതാണോ എന്നറിയില്ല. വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനത്തിന് വന്നവരുൾപ്പെടെ ഈ വെള്ളാർമല സ്കൂളിന്റെ ഭാഗത്തു നിന്ന്, അതായത് ചുരൽമല ടൗണിന്റെ ഭാഗത്തു നിന്ന് മെയിൻ റോഡ് വഴി പുറം ഭാഗത്തേക്ക് ഓടി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത്, യഥാർത്ഥത്തിൽ വെള്ളം കൂടുകയോ അല്ലെങ്കിൽ മണ്ണിടുകയോ ചെയ്തോ എന്ന് വ്യക്തമല്ല. നമ്മളെന്തായാലും അതൊരു ക്യാമ്പെയിൻ മാതിരി ആളുകൾ അത്രയും ക്രൗഡ് ഓടി വരുന്നത് കണ്ട് തിരക്കിൽപ്പെടാതിരിക്കാൻ ഒരു വാഹനത്തിൽ കയറി മാറുകയാണ് ചെയ്തത്. അവിടെ നിന്ന് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അല്പസമയത്തിനടക്കം അപ്ഡേറ്റ് ചെയ്യാൻ എന്ന് തോന്നുന്നു. എന്തായാലും ആളുകൾ വലിയ രീതിയിൽ അവിടെ റെസ്ക്യൂ പ്രവർത്തകരല്ലാതെ ഭക്ഷണം നൽകാനും പലതരത്തിലുമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ ഒന്നിച്ച് അവിടെ നിന്ന് ഓടി മാറുന്ന ഒരു സാഹചര്യം പെട്ടെന്നാണ് ഉണ്ടായത്. എന്താണ് സന്ദേശം വന്നത്, അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും രീതിയിൽ ജലനിരപ്പ് ഉയർന്നോ എന്താണെന്ന് നമുക്കും ഈ നേരത്തെ വ്യക്തമായില്ല. എന്തായാലും നമ്മൾ അവിടെ നിന്ന് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറിയിട്ടുണ്ട്. ഇനി ശരിക്കും അവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് ഉണ്ടോ എന്നാൽ നമുക്കറിയില്ല. രാവിലെ ഇങ്ങനെ പലതവണ ഞാൻ അവിടെ നിന്ന് ഓടി മാറിയിരുന്നു. വീണ്ടും പൊട്ടുന്നു, വെള്ളം ഒഴുകി വരുന്നു എന്നൊക്കെ പറഞ്ഞ പലതവണ രാവിലെ 4 മണിക്ക് എത്തിയ ഉടൻ ഒരു തവണ, അതിനുശേഷം അങ്ങനെ പലതവണ ഇത്തരത്തിൽ വീണ്ടും പൊട്ടാനുള്ള സാധ്യത പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഓടേണ്ട സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും അത്തരത്തിൽ ആളുകൾ ഓടി മാറുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ശരി കമൽ, ഏതായാലും ആ സ്ഥലത്ത് വലിയ പ്രശ്നങ്ങളില്ലാത്ത സ്ഥലത്ത് ഒതുങ്ങി നിൽക്കുന്നു എന്നറിയുന്നതിൽ ആശ്വാസമുണ്ട്. ഒപ്പം അവിടെ നിൽക്കുന്ന എല്ലാ മനുഷ്യരും അത്തരത്തിൽ ഒതുങ്ങി നിൽക്കാൻ കഴിയട്ടെ എന്നുകൂടി വിചാരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഗോകുൽ VS ചേരുന്നു. ഇപ്പോൾ ഗോകുൽ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അവിടെ വെള്ളം ഒലിച്ചു വരുന്നു, അവിടെ നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടെന്ന് ഗോകുൽ പറഞ്ഞിരുന്നല്ലോ. അവിടെ വീണ്ടും ഉരുൾപൊട്ടലിന്റെ സാധ്യതയാണോ ഉള്ളത്? എന്താണ് ഏറ്റവും പുതിയ വിവരം? അതായത് നിലവിലിപ്പോൾ കൂടുതൽ വെള്ളം വരുമ്പോൾ ആ പ്രദേശത്ത് നിൽക്കുന്നത് സുരക്ഷിതമല്ല. അതുകൊണ്ട് തന്നെയാണ് അറ്റത്ത് നിന്നുള്ളവരെ മാറ്റിയത്. രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവർ തന്നെ ഒരു ഭാഗത്ത് നിന്നുള്ളവരെ പൂർണ്ണമായും തന്നെ ഈ സ്കൂളിനപ്പുറത്തുള്ളവരെ തിരിച്ചു വരാൻ, അല്ലെങ്കിൽ പുഴയുടെ സമീപത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നവരോട് തിരിച്ച് കയറാൻ ആവശ്യപ്പെടുകയായിരുന്നു. പുഴയിൽ കൂടുതലായി വെള്ളം കണ്ടതാണ് ഇങ്ങനെ കയറാൻ പറയാൻ കാരണം. ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള ഉരുൾപൊട്ടൽ തന്നെ ആകണമെന്നില്ല, അല്ലെങ്കിൽ ഒരുപക്ഷെ മഴ കൂടുതൽ പെയ്യുന്നത് കൊണ്ടാകാം. പ്രദേശത്തല്ല, മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് കൂടിയാകാം. അപ്പോൾ എന്താണ് കാര്യമെന്ന് വ്യക്തമല്ല. പക്ഷേ നമ്മൾ നേരത്തെ നിന്ന സ്ഥലം സുരക്ഷിതമല്ല. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മാറി നിൽക്കാൻ ആണ് സുരക്ഷാ സംഘത്തിലുള്ളവർ ആവശ്യപ്പെട്ടത്. അത് അനുസരിച്ച് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക്, സ്കൂളിന് സമീപമുള്ള സ്ഥലത്തേക്ക് മാറി നിൽക്കുകയായിരുന്നു. വീണ്ടും വെള്ളം കൂടുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് കൂടുതൽ വെള്ളം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് അവിടെ നിന്ന് മാറാൻ ആവശ്യപ്പെട്ടത്. എന്താണ് കാര്യമെന്നുള്ളത് വ്യക്തമല്ല. ഒരുപക്ഷെ തുടർ രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഉരുൾപൊട്ടലുകളാകാം, അതല്ലെങ്കിൽ ഒരുപക്ഷെ മഴ ശക്തമായി പെയ്യുന്നുണ്ട്, അതുകൊണ്ട് കൂടിയാകാം. അതെന്താണെന്നുള്ളത് വ്യക്തമല്ല. ഏതായാലും അവിടെ നിൽക്കുന്നത് സുരക്ഷിതമല്ല, അതുകൊണ്ട് തന്നെ മാറണമെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ നമ്മളോട് ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് നമ്മൾ മാറി മറ്റൊരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് എത്തിയത്. അതേതായാലും നന്നായി സുരക്ഷിതമായ സ്ഥലത്ത് തുടരുക എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഗോകുൽ, അവിടെ സൈന്യം ഇവിടെ നിന്നും പുറപ്പെട്ടു എന്ന് അതാത് സ്ഥലങ്ങളിൽ നിന്നും, അതായത് 2 സ്ഥലങ്ങളിൽ നിന്നാണ്, കണ്ണൂർ കോഴിക്കോട് ഭാഗങ്ങളിൽ നിന്നാണ് 200 പേരുടെ സംഘം എത്തുന്നത് എന്ന് നമ്മളോട് ഡിഫൻസ് PRO അതുൽ പിള്ള പങ്കുവച്ചിരുന്നു. അവരെപ്പോഴത്തേക്ക് എത്തും എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? തുടർന്ന് അവരുടെ ആക്ഷൻ പ്ലാൻ എങ്ങനെയായിരിക്കും എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? പ്രധാനമായും ഈ മുണ്ടക്കൈ മേഖലയിലേക്ക് എത്തണമെങ്കിൽ, അവിടേക്ക് പോകണമെങ്കിൽ അവിടേക്ക് പോകാനുള്ള പാലങ്ങൾ തകർന്ന നിലയിലാണ്. ആ പാലം നിർമ്മിച്ചതിന് ശേഷം മാത്രമേ അവിടേക്ക് പോകാൻ കഴിയൂ. നിലവിൽ ഈ പുഴയ്ക്ക് കുറുകെ കയർ കെട്ടി അതിലൂടെ ഓരോരുത്തരെ എത്തിക്കുന്ന ഒരു രീതിയാണുള്ളത്. കൂടുതലായും അപകടത്തിൽപ്പെട്ട ആളുകളെ, പരിക്ക് പറ്റിയ ആളുകളെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷേ അവിടേക്ക് കൂടുതലായി എത്തി ഒരു രക്ഷാപ്രവർത്തനം എന്നുള്ള അർത്ഥത്തിൽ, പൂർണ്ണാർത്ഥത്തിൽ ഒരു രക്ഷാപ്രവർത്തനം നടത്തണമെങ്കിൽ ആ മേഖലയ്ക്ക് കൂടുതൽ ഇപ്പോഴും കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല. ആ മേഖലയിലേക്ക് എത്തണമെങ്കിൽ ഇനിയും പാലം നിർമ്മിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ, ആ പാലം നിർമ്മിച്ചതിന് ശേഷം മാത്രമേ അവിടേക്ക് കൂടുതലായി എത്തി രക്ഷാപ്രവർത്തനം കൂടുതൽ ശക്തമായി നടത്താൻ കഴിയുകയുള്ളൂ. നിലവിലിപ്പോൾ ആ മേഖലയിലേക്ക് NDRF സംഘത്തിന്റെ ഒരു ടീം അവിടേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ സ്ഥിതി ഒട്ടും നല്ലതല്ല, വളരെ മോശം സ്ഥിതിയാണ്. അവിടേക്ക് എത്തുന്നത് തന്നെ വളരെ ദുഷ്കരമാണ്. പാലങ്ങൾ തകർന്നിരിക്കുന്നതുകൊണ്ട് തന്നെ, ഈ പുഴയ്ക്ക് കുറുകെയുള്ള പാലങ്ങൾ തകർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടേക്ക് കയറ് കെട്ടി അവിടേക്ക് സ്ട്രെച്ചറിലെത്തിച്ചാണ് ആളുകളെ
തിരിച്ച് കരയിലേക്ക് എത്തിക്കുന്നത്. ഏതായാലും വളരെ ദുഷ്കരമായ ഒരു ദൗത്യമാണ്. തീർച്ചയായിട്ടും ദുഷ്കരമായ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് NDRF സംഘം. ഈ പരിക്കേറ്റവർക്കാണോ ഇപ്പോൾ ഇപ്പുറത്തേക്ക് എത്തിക്കുന്നതിൽ പ്രാധാന്യം കൊടുക്കുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. പക്ഷേ ആദ്യം പലപ്പോഴും മണ്ണിനടിയിൽ കിടക്കുന്നവരെയാണ് എടുക്കുന്നത്. അത് വളരെ പലപ്പോഴും നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ കാണാം. നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല എങ്കിൽ കൂടി ചലനമറ്റ ശരീരങ്ങളാണ് ഓരോരുത്തരെയും ഈ പുഴയ്ക്ക് അക്കരയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. ഒട്ടും ശുഭകരമായിട്ടുള്ള കാഴ്ചകളുമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഘട്ടത്തിൽ തന്നെ അവർക്ക് എങ്ങനെ നമുക്ക് അവരുടെ മരണം സ്ഥിരീകരിക്കാൻ കഴിയില്ലെങ്കിൽ തന്നെ നമുക്കത് ഊഹിക്കാൻ കഴിയുന്നതാണ്. അത്രമാത്രം ചലനമറ്റ് ആ രീതിയിൽ പരിക്ക് പറ്റി കിടക്കുന്നവരെയൊക്കെയാണ് എത്തിക്കുന്നത്. ഏതായാലും അത് ആദ്യം ഈ തരത്തിൽ തന്നെ പല കെട്ടിടങ്ങൾക്കിടയിലൊക്കെ കുടുങ്ങിക്കിടക്കുന്നവരെയാണ് ഇങ്ങനെ പുറത്തേക്ക് എടുക്കുന്നത്. ദൃശ്യങ്ങളിൽ ഒട്ടേറെ വാഹനങ്ങൾ ഈ കല്ലും മണ്ണും മൂടി ആ ഒരു അപകടത്തിൽ പെട്ട് കിടക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. അതൊരു അങ്ങാടിയായിരുന്നത് കൊണ്ട് തന്നെ ആ ഭാഗത്ത് പാർക്ക് ചെയ്തിരുന്നതും വീടുകളിലെയും മറ്റും വാഹനങ്ങളായിരിക്കുമെന്ന് കരുതുന്നു. തീർച്ചയായും അങ്ങനെ വീടുകളുണ്ടായിരുന്നു, നിരവധി വീടുകളുണ്ടായിരുന്നു എന്നുള്ളതാണ് ഓരോരുത്തരും പറയുന്നത്. നിരവധി വീടുകളുടെ ഉണ്ടായിരുന്നു. പറയുന്ന കിലോമീറ്ററുകളൊക്കെ കണക്കിന് സ്ഥലം. നമുക്ക് അതിന്റെ തീവ്രതയൊന്നും പൂർണ്ണമായും ദൃശ്യങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പോലും കഴിയാത്ത, നമ്മുടെ ക്യാമറ കണ്ണുകൾക്ക് പോലും അവിടേക്ക് എത്താൻ കഴിയാത്ത അത്ര അവസ്ഥയാണ്. മാത്രം കിലോമീറ്ററുകളോളം എന്ന് തന്നെ പറയേണ്ടി വരും. കിലോമീറ്ററുകളോളം ഇങ്ങനെ പൊളിഞ്ഞ് കിടക്കുന്ന അവസ്ഥയാണ്. വീടുകളും മറ്റും അതിനിടയിലൊക്കെ നിരവധി വീടുകളുണ്ടായിരുന്നു. വീടുകളും മറ്റും നശിച്ചു കിടക്കുന്ന അവസ്ഥ. നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ ഒരാൾ പറഞ്ഞിരുന്നു അവിടെ ഒരു വീടുണ്ടായിരുന്നു, ആ വീടിന്റെ തറ മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അത്രമാത്രം അപകടം, വ്യാപ്തിയുള്ള ഒരു അപകടം. കിലോമീറ്ററുകൾ കണക്കെ, ഏക്കറുകൾ കണക്കിന് സ്ഥലത്ത് വീടുകളും മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതൊന്നും തന്നെ ഇപ്പോഴില്ല. അങ്ങനെ വളരെ മോശം ഒരു അവസ്ഥയിലാണ് ഈ ഒരു പ്രദേശം ആകെയുള്ളത്. ഗോകുൽ, ഒരു കാര്യം, കാലാവസ്ഥ എങ്ങനെയുണ്ട്? മഴ തുടരുന്നുണ്ടോ? മഴ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാം, മഴ കൃത്യമായി ഇവിടെ ഈ ഒരു പ്രദേശത്തുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണാം, ഇപ്പോൾ പുഴ എത്രമാത്രം ശക്തമായാണ് ഒഴുകുന്നത്. വെള്ളം കൂടി വരുന്ന ഒരു സാഹചര്യമൊക്കെയാണുള്ളത്. അത്തരത്തിൽ വെള്ളം ഉയരുന്ന ഒരു അവസ്ഥയുമുണ്ട്. ഇപ്പോഴും ഈ പറയുന്ന സ്ഥലത്ത് മഴ പെയ്ത് തുടരുകയാണ്. രാവിലെ മുതൽ പെയ്യുന്ന മഴയാണ് അല്ലെ? രാവിലെ മുതൽ എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുന്നത്? ഇപ്പോ വെള്ളം കൂടിയ സാഹചര്യത്തിലാണോ മാറാൻ പറഞ്ഞത്? അതാണ് ആ വിസിലടിച്ച എല്ലാവരോടും മാറാൻ പറഞ്ഞതല്ലേ? കൂടുതൽ ആ സാഹചര്യത്തിലാണോ മാറാൻ പറഞ്ഞത്? പ്രശ്നമല്ലേ, അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പ്രയാസം മാത്രമേ ഉള്ളൂ. അതാണ് ആ വിസിലടിച്ച എല്ലാവരോടും മാറാൻ പറഞ്ഞത്. കൂടുതൽ ആ മുകൾ ഭാഗത്താണ് അപകടം എന്ന് മുകൾ ഭാഗത്ത് നിന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ വന്നപ്പോൾ ഞാൻ മുകൾ ഭാഗത്ത് പോയി കണ്ട ഫുള്ളായിട്ട് പോയിട്ടുണ്ട് അവിടെ. അതുകൊണ്ടാണ് അവിടെ ഉള്ളവരോട് മാറാൻ പറഞ്ഞത്. ഞങ്ങളൊക്കെ മുകളിലായിരുന്നു നേരം, അപ്പോൾ ഇങ്ങോട്ടേക്ക് മാറാൻ വേണ്ടി. അതുകൊണ്ടാണ് ഈ മുകൾ ഭാഗത്ത് ഇങ്ങനെ വെള്ളം കൂടുന്നതുകൊണ്ട് തന്നെ അപകടം ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് രക്ഷാപ്രവർത്തകരോടൊക്കെ അല്പസമയം മാറാൻ വിസിലടിച്ച് ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെ എല്ലാവരും ആ പ്രദേശത്ത് നിന്ന് മാറിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം, കുത്തി ഒലിച്ചാണ് വെള്ളം ഒഴുകുന്നത്. വലിയ ശക്തമായ ഒഴുക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. നമുക്ക് അറിയാം, ഈ പുഴ ആ അറ്റത്ത് നിൽക്കുന്ന പുഴയായിരുന്നു. അത് ഇവിടെ ഈ സ്കൂളിന്റെ അടുത്ത് വരെ എത്തി ആ സ്കൂളിന്റെ ഒരു പകുതി തകർക്കുന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ ആ സ്കൂളിനെ ആകെ തന്നെ തച്ചുടയ്ക്കുന്ന രീതിയിലേക്കൊക്കെ തന്നെ പോയി. നമുക്ക് അത് കാണാൻ കഴിയുന്നതാണ്. ഇപ്പോഴും രക്ഷാപ്രവർത്തനത്തിൽ പുഴയുടെ അക്കരെ നിൽക്കുന്ന NDRF സംഘത്തിൽപ്പെട്ടവരെ അല്ലെങ്കിൽ രക്ഷാ സംഘത്തിൽപ്പെട്ടവരെ നമുക്ക് കാണാം. അവിടെ നിന്ന് കൊണ്ടുവരുന്ന ഓരോരുത്തരെയും സ്ട്രെച്ചറിൽ വെച്ചാണ് എത്തുന്നത്. മുണ്ടക്കൈ ഭാഗത്ത് കുടുങ്ങിക്കിടക്കുന്ന നിരവധി പേരുണ്ട്. ചിലരൊക്കെ ഈ പുഴയുടെ കരയിൽ നിൽക്കുന്നവരുണ്ട്. അവിടേക്കൊന്നും എത്താൻ കഴിയാത്ത നിലയിലേക്കൊക്കെ ആവുന്ന അവസ്ഥകളുണ്ട്. മനുഷ്യന് സാധ്യമായതെന്തും അല്ലെങ്കിൽ മനുഷ്യന് സാധ്യമല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ മനുഷ്യനെ ഈ പുഴ മുറിക്കടക്കാൻ, അല്ലെങ്കിൽ ആളെ കൊണ്ടുവരാൻ അതിന് ആഗ്രഹമുണ്ടെങ്കിൽ കൂടി അതിന് കഴിയാത്ത നിലയിലേക്ക് കാര്യങ്ങൾ